വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയിൽ ക്രൈസ്തവ സഭകളുടെ ആശങ്ക ഇപ്പോഴും തുടരുന്നുവെന്നാണ് വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യവസ്ഥകളിൽ മാറ്റം വരുത്താതെ ബില്ല് പാസാക്കാനുള്ള സാധ്യതയാണ് കാരണം. എന്നാൽ ഉചിതമായ സമയത്ത് ബില്ല് അവതരിപ്പിക്കുമെന്നാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയത്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ അപ്ഡേഷനുമായി ചേരുന്നു. പറയൂ അരവിന്ദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SK. FCRA നിയമ ഭേദഗതി ബില്ലിൽ ക്രൈസ്തവ സംഘടനകൾ വലിയ ആശങ്കയിൽ തന്നെയാണ് തുടരുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ബില്ല് ചർച്ചയ്ക്കെടുക്കുമെന്ന് ആദ്യം അറിയിക്കുകയും പിന്നീട് വലിയ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെ ചർച്ചയ്ക്കെടുക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോയത്. പക്ഷേ ഇന്നലെ രാത്രി വൈകി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ ഒരു പ്രതികരണം വരികയാണ്. ഈ ബില്ലിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോയിട്ടില്ല, ഉചിതമായ സമയത്ത് ബില്ല് കൊണ്ടുവരും എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ആ ഉചിതമായ സമയം ഏതെന്നതാണ് ക്രൈസ്തവ സംഘടനകൾ ആശങ്കപ്പെടുത്തുന്നത്. കാരണം April 9 കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. ആ വോട്ടെടുപ്പിന് ശേഷം ഈ ബില്ല് കേന്ദ്രം വീണ്ടും പാർലമെന്റിൽ എത്തിക്കുമെന്നതാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോഴുള്ള വ്യവസ്ഥകളിൽ യാതൊരുവിധ മാറ്റവും കേന്ദ്രം കൊണ്ടുവരില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തിയതെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് തന്നെയാണ് ക്രൈസ്തവ സംഘടനകളെ ആശങ്കപ്പെടുത്തുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തങ്ങളുടെ ആവശ്യങ്ങൾ BJP നേതൃത്വം പരിഗണിക്കുമോ അല്ലെങ്കിൽ തങ്ങളെ മുഖവിലേക്ക് എടുക്കുമോ എന്നതാണ് ഇപ്പോൾ ക്രൈസ്തവ സംഘടനകൾ ഉന്നയിക്കുന്ന പ്രധാന ആശങ്ക. എന്തായാലും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെ അടക്കം കാണുവാനുള്ള സമയം ഇതിനോടൊപ്പം തന്നെ ക്രൈസ്തവ സംഘടനകൾ തേടിയിട്ടുണ്ട്. CBC ഇതിനോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. തങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നും കൃത്യമായ പരിശോധനകളില്ലാതെ ബില്ല് പാസ്സാക്കരുതെന്നുമാണ് ക്രൈസ്തവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വലിയ ആശങ്കയിൽ തന്നെ തുടരുന്നു. കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം നമുക്കറിയാം. കേരളത്തിലെ കോൺഗ്രസ് MPമാരടക്കം ആ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലായിരുന്നു. CBC അടക്കം വലിയ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം അവർ പാർലമെന്റിലേക്ക് എത്തുകയും വലിയ പ്രതിഷേധം പാർലമെന്റിൽ ഉയർത്തുകയും ചെയ്തു. പക്ഷേ ബില്ല് ചർച്ചയ്ക്കെടുക്കേണ്ട എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ BJP നേതാക്കളുടെ ഒരു സമ്മർദ്ദം കൂടി ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. എന്തായാലും കിരൺ റിജിജു ഉടൻ കേരളത്തിലേക്ക് എത്തുമെന്നും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സംസ്ഥാന തലങ്ങളിൽ കൂടുതൽ ചർച്ച നടത്തി ക്രൈസ്തവ സംഘടനകളുടെ ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും കേന്ദ്ര സർക്കാർ ഇപ്പോൾ നീക്കങ്ങൾ ശക്തമാക്കിയെന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ക്രൈസ്തവ സംഘടനകളുടെ ആശങ്കകൾ തുടരുന്നുണ്ട്. എന്തായാലും ഈ വ്യവസ്ഥകൾ, നിലവിലെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്താതെ ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമോ എന്നതാണ് ക്രൈസ്തവ സംഘടനകളെ ആശങ്കപ്പെടുത്തുന്നത്. SK. ഓക്കെ, താങ്ക് യു PR അരവിന്ദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.